എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് ബ്രില്യൻസ് അക്കാദമിയുടെ മാരത്തോൺ ക്ലാസ് ആണ്. അപ്പം നമ്മൾ എൻഒഎസ് മലയാളത്തിലെ 343 സബ്ജക്റ്റിലെ എല്ലാ ക്ലാസ്സുകളും എല്ലാ പാഠഭാഗങ്ങളും കൃത്യമായ രീതിയിൽ നമ്മൾ ഓടിപ്പാഞ്ഞു പോയിട്ട് നമ്മൾ പഠിക്കാൻ പോവാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ റെഡി ആണല്ലോ? ഓക്കെ, അപ്പൊ നമുക്ക് 18 പാഠങ്ങളാണ് പഠിക്കാനുള്ളത്. അപ്പം ഈ 18 പാഠങ്ങളിൽ നിന്നും 9 പാഠങ്ങൾ MCQയിലേക്കും അതേപോലെ 9 പാഠങ്ങൾ ഡിസ്ക്രിപ്റ്റീവ് ആൻസേഴ്സിലേക്കുമാണ് വരുന്നത്. അപ്പൊ അതൊക്കെ നമ്മൾ ഇതിന് മുൻപേ നമ്മൾ ക്ലാസ്സിലൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. നിങ്ങൾ വീഡിയോസ് കാണാം, മുൻപുള്ള വീഡിയോസ് ഒക്കെ കാണാം. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യത്തെ ചാപ്റ്റർ, അതായത് നമുക്ക് പഠിക്കാനുള്ള ആദ്യത്തെ ചാപ്റ്റർ വരുന്നത് കുഞ്ചൻ നമ്പ്യാരുടെ കാലനില്ലാത്ത കാലം എന്ന് പറയുന്ന ഒരു തുള്ളൽ സാഹിത്യ കൃതിയാണ്. അപ്പം ഈ ഒരു കൃതിയിൽ കുഞ്ചൻ നമ്പ്യാരെ അടയാളപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ ഭൂമിയിൽ കാലനില്ലാത്തത് കൊണ്ട് വരുന്ന ഒരുപാട് കഷ്ടതകളെ കുറിച്ചിട്ടാണ് ഇതിൽ കൂടുതലായിട്ടും വിവരിച്ചിരിക്കുന്നത്. 12,000 വർഷം കാലൻ യാഗത്തിന് പോയത് കാലം ഭൂമിയിൽ കാലനില്ല, മരണമില്ലാത്ത അവസ്ഥ വന്നു. അപ്പം 500 വയസ്സുള്ള അപ്പൂപ്പന്മാരും ഇപ്പോഴും കുഞ്ഞായിട്ടിരിക്കുന്നു. എന്തുകൊണ്ടാണ്? അവരുടെ അപ്പൂപ്പൻ ജീവിച്ചിരിക്കുന്നത് കൊണ്ട്. മാത്രമല്ല, ഒരു വീട്ടിൽ തന്നെ 10,000 കണക്കിന് ആളുകൾ തിങ്ങി പാർത്ത് വരുന്ന ഒരു അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു. അവർക്കൊന്നും ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത അവസ്ഥ. അങ്ങനെ നിലവിൽ എന്താണ്, ഭൂമിയിൽ വല്ലാതൊരു അരക്ഷിതാവസ്ഥ ഉള്ള ഒരു കാര്യമാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പറഞ്ഞു വെക്കുന്നത്. അപ്പം ഈ ഒരു ചാപ്റ്ററിൽ തന്നെ നമുക്ക് ഒരുപാട് വിഭാഗം ആൾക്കാരുടെ കഷ്ടപ്പാടുകളെ കുറിച്ച് പറഞ്ഞു വെക്കുന്നുണ്ട്. ജ്യോത്സ്യന്മാര്, ബ്രാഹ്മണന്മാര്, അതേപോലെ തന്നെ മന്ത്രവാദികൾ, ഇവർക്കൊക്കെ നേരിടുന്ന എന്താണ് പ്രശ്നങ്ങളെ കുറിച്ചിട്ട്, അവരുടെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ ഇതിൽ വളരെ വിശദമായിട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇനി അതേപോലെ തന്നെ വിട്ടയക്കുക എന്ന് പറയുന്ന ബാലാമണി അമ്മയുടെ ചാപ്റ്റർ, ഈ ഒരു കവിതയിലും നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്. എന്താണ്? ഒരു കൂട്ടിൽ അകപ്പെട്ടു പോയിട്ടുള്ള ഒരു പക്ഷിയുടെ വിലാപകാവ്യമാണ് അവിടെ പറഞ്ഞു വെക്കുന്നത്. എന്താണ്? കൂട്ടിൽ അകപ്പെട്ടു പോയിട്ടുള്ള പക്ഷി സ്വാതന്ത്ര്യദാഹത്തിന് വേണ്ടി തന്റെ യജമാനോട് തന്നെ കൂട്ടിൽ നിന്നൊന്ന് വിട്ടയക്കുവാൻ വേണ്ടിയിട്ടാണ് ഇതിലൂടെ അപേക്ഷിക്കുന്നത്. മാത്രമല്ല, എത്രത്തോളം സ്നേഹവും എത്രത്തോളം പഞ്ചരം, ആ പഞ്ചരം വെച്ചിട്ടുണ്ടെങ്കിൽ കൂട് അല്ലെ, സ്വർണ്ണ കൂട് തന്നിട്ടുണ്ടെങ്കിലും എനിക്കൊരു ശാന്തിയും ലഭിക്കുന്നില്ല എന്നുള്ള കാര്യവും ഇവിടെ പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പം സ്വാതന്ത്ര്യം ലഭിച്ചിട്ടും സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുന്ന ഒരു വിഭാഗത്തിന്റെ തന്നെ പ്രതിനിധീകരണമായിട്ട് ഇവിടെ ഈ വിട്ടയക്കുക എന്ന് പറയുന്ന കവിതയിൽ ആ ഒരു പക്ഷി അവിടെ നമുക്ക് പ്രതിനിധീകരിക്കുന്നു. ഓക്കെ, അടുത്തതായിട്ട് വരുന്നത് ഇന്നു ഞാൻ നാളെ നീ എന്ന് പറയുന്ന കവിതാ വിഭാഗമാണ് വരുന്നത്. അപ്പം ജി ശങ്കരക്കുറുപ്പിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കവിതയാണ് ഇന്നു ഞാൻ നാളെ നീ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഓൾറെഡി ആ പേര് കേട്ടപ്പോൾ തന്നെ മനസ്സിലായല്ലേ, ജീവിത തത്വം തന്നെയാണ് ഈ കവിതയിലും പറഞ്ഞു വെക്കുന്നത്. അതായത് കവി പ്രത്യേകമായിട്ട് ഒരു അലക്ഷ്യമായിട്ടുള്ള ഒരു സ്ഥലത്ത് വന്നു പെട്ടിരിക്കുകയാണ്. അവിടെ വെച്ചിട്ടും ജീവിതത്തിന്റെ മഹത്തായ തത്വങ്ങളെ കുറിച്ച് കവി മനസ്സിലാക്കുന്ന ഒരു ചാപ്റ്ററാണ് ഇന്നു ഞാൻ നാളെ നീ എന്ന് പറയുന്ന ചാപ്റ്റർ. അടുത്തതായിട്ട് ഗാന്ധാരി വിലാപം, എഴുത്തച്ഛന്റെ മഹാഭാരതം കിളിപ്പാട്ടിലെ സ്ത്രീപർവം എന്ന് പറയുന്ന കവിതയിലെ ആ ഒരു കാവ്യത്തിലെ ചെറിയൊരു ഭാഗമാണ് ഗാന്ധാരി വിലാപം. കുരുക്ഷേത്ര യുദ്ധത്തിന് ശേഷം ഗാന്ധാരിയും ശ്രീകൃഷ്ണനും അവസാനമായി തന്റെ ഉറ്റവരെയും ബന്ധുക്കളെയും കാണാൻ വേണ്ടി കുരുക്ഷേത്ര യുദ്ധഭൂമിയിലേക്ക് പോകുന്നു. ആ കുരുക്ഷേത്ര ഭൂമിയിൽ വെച്ചും തന്റെ ഉറ്റവരും ഉടയവരുമായിട്ടുള്ളവർ മരിച്ചു കിടക്കുന്നത് കണ്ടിട്ടുള്ള ഗാന്ധാരിയുടെ വിലാപം ശ്രീകൃഷ്ണനോട് പറയുന്നതായിട്ടാണ് ഇതിൽ അടയാളപ്പെടുത്തിയിട്ടുള്ളത്. യുദ്ധത്തിന്റെ ഭയാനകരമായിട്ടുള്ള അവസ്ഥകളെ കുറിച്ചിട്ട് ഈ ഒരു കവിതയിൽ നമുക്ക് ആരടയാളപ്പെടുത്തി തരുന്നുണ്ട്? നമ്മുടെ എഴുത്തച്ഛൻ അടയാളപ്പെടുത്തി തരുന്നുണ്ട്. ഓക്കെ, പിന്നെ അടുത്തതായിട്ട് കവിത വരുന്നത് അന്തിത്തിരി. അന്തിത്തിരി എന്ന് പറയുന്ന കവിത ഇടശ്ശേരിയുടെ കവിതയാണ്. നമുക്കറിയാം, അന്തിത്തിരി എന്ന് പറയുന്നത് നമുക്ക് സാധാരണ ഹിന്ദു വീടുകളിലൊക്കെ വൈകുന്നേരങ്ങളിൽ സന്ധ്യാദീപം കൊളുത്തി വെക്കുന്ന ഒരു ആചാരമുണ്ട്. അപ്പം അതെന്തിനു വേണ്ടിയിട്ടാണെന്നും അതേപോലെ തന്നെ ഈ ഇടശ്ശേരിയുടെ ജീവിതാവസാനം ആകാറായിട്ടുണ്ട്, അതിന്റെ ചില നിമിഷങ്ങളെ കുറിച്ച് കൂടി പറഞ്ഞു വെക്കുന്ന ഒരു കവിതയാണ് അന്തിത്തിരി എന്ന് പറയുന്ന കവിത. അടുത്തതായിട്ട് ഉള്ളൂർ എസ് പരമേശ്വര അയ്യരുടെ അന്നത്തെ പുണ്യം എന്ന് പറയുന്ന കവിതയാണ്. ഈ അന്നത്തെ പുണ്യം എന്ന് പറയുന്ന കവിത ശ്രീകൃഷ്ണന്റെ ജീവിത തത്വങ്ങളെ, ജീവിതത്തെ കൃത്യമായ രീതിയിൽ ഇടവേളകളോട് കൂടി ഓരോ കഥകളുടെയും അടിസ്ഥാനത്തിൽ അടയാളപ്പെടുത്തുന്ന കവിതയാണ് അന്നത്തെ പുണ്യം എന്ന് പറയുന്ന കവിത. ഇത് വേണമെങ്കിൽ നമുക്ക് 2 പോർഷൻ ആക്കി പറയുകയാണെങ്കിൽ, ആദ്യത്തെ ഭാഗത്ത് ശ്രീകൃഷ്ണന്റെ ജീവിത മഹാത്മ്യത്തെ കുറിച്ചിട്ടും രണ്ടാം ഭാഗത്തിലായിട്ട് ശ്രീകൃഷ്ണന്റെ ഓരോ കഥകളെ കുറിച്ചിട്ടും, തുറങ്കിൽ അടയ്ക്കപ്പെട്ടിട്ടുള്ള ആ ഒരു ഫസ്റ്റ് ഉള്ള കഥയും, പിന്നെ അതേപോലെ തന്നെ സീതയല്ല പാഞ്ചാലിയെ സംരക്ഷിക്കുന്നതായിട്ടുള്ള കഥകളും, അങ്ങനെ നിരവധി കഥകൾ നമുക്കറിയാം. കുചേലനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞു വെക്കുന്ന നിരവധി കഥകൾ ഈ ഒരു അന്നത്തെ പുണ്യം എന്ന് പറയുന്ന കവിതയിൽ ഉള്ളൂർ എസ് പരമേശ്വര അയ്യർ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം ഓരോ ചെറിയ കഥകൾ പരാമർശിച്ചുകൊണ്ട് ശ്രീകൃഷ്ണന്റെ ജീവിത കഥയെ കൃത്യമായ രീതിയിൽ മനോഹരമായി അടയാളപ്പെടുത്തിയിട്ടുള്ള ഒരു കവിതയാണ് ഇത്.
അപ്പൊ നമുക്ക് കവിതാ വിഭാഗത്തിൽ ഇത്രയും കവിതയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി അടുത്ത് നമ്മൾ പോകുന്നത് കഥാവിഭാഗത്തിലേക്കാണ്. കഥാവിഭാഗം എന്ന് പറയുന്ന സമയത്ത് നമുക്ക് 5 കഥകളാണ് പഠിക്കാനുള്ളത്. ഈ 5 കഥകളിൽ ആദ്യത്തെ കഥ ഒന്ന് നോവലാണ്, നമ്മുടെ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ നോവലാണ് എന്റെ ഉപ്പുപ്പാക്ക് ഒരു ആന ഉണ്ടായിരുന്നു എന്ന് പറയുന്ന നോവലിലെ 6ാം അധ്യായമായിട്ടുള്ള ഒരു കുരുവിയുടെ കരച്ചിൽ എന്ന് പറയുന്ന ചെറിയൊരു പാഠഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതില് കുഞ്ഞുപാത്തുമ്മയും നിസാർ അഹമ്മദും തമ്മിലുള്ള ആ ഒരു കൂടിച്ചേർച്ച, ആ ഒരു അല്ലെങ്കിൽ കണ്ടുമുട്ടലിനെ പ്രതിപാദിക്കുന്ന ആ ഒരു കഥയാണ്. അതിനൊരു കുരുവി നിദാനമായിട്ട് വരുന്നു എന്ന് പറയുന്ന ആ ഒരു ഭാഗമാണ് നമുക്ക് ഈ ഒരു കഥയിൽ പഠിക്കാനുള്ളത്. ഇത് കഥയല്ല, നോവലാണ്. ആ നോവലിലെ 6ാമത്തെ അധ്യായമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അടുത്തതായി ഉതുപ്പാന്റെ കിണറാണ്. നമുക്കറിയാം ഏറ്റവും പ്രശസ്തമായിട്ടുള്ള കരൂരിന്റെ വളരെ മനോഹരമായിട്ടുള്ള ഒരു കഥയാണ് ഉതുപ്പാന്റെ കിണർ. ഈ ഒരു കഥയിൽ ഉതുപ്പാൻ എന്ന് പറയുന്ന കേന്ദ്ര കഥാപാത്രം നിസ്വാർത്ഥമായ സ്നേഹത്തിന്റെയും അതേപോലെ തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കണം എന്നുള്ള ആ ഒരു തത്വം മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് ജീവിച്ചിരുന്ന അദ്ദേഹം തന്റെ ജീവിതത്തിന്റെ എല്ലാ തുകയും കൂടി ഒരു കിണർ ഉണ്ടാക്കുകയാണ്, ഒരു പൊതു കിണറായിട്ട് ഉണ്ടാക്കുകയും മറ്റുള്ളവർക്ക് വേണ്ടി, മറ്റുള്ളവരുടെ ദാഹം തീർക്കുന്നതിന് വേണ്ടി നിർമ്മിച്ച ആ കിണർ അവസാനം എന്താണ് സ്വാർത്ഥമായിട്ടുള്ള താല്പര്യങ്ങളുടെ രീതിയിൽ ആ കിണർ മൂടപ്പെട്ടു പോവുകയും ആ മൂടപ്പെട്ട കിണറിൽ തന്നെ എന്താണ് ഉതുപ്പാന്റെ ജീവിതം ഇല്ലാതാവുന്നതുമായിട്ടുള്ള വളരെ എന്താണ് വിഷമകരമായിട്ടുള്ള അവസ്ഥയെ കുറിച്ച് പറഞ്ഞു വെക്കുന്ന, എന്നാലും മനുഷ്യ സ്നേഹത്തിന്റെ വിലയും നിസ്വാർത്ഥമായുള്ള സ്നേഹത്തിന്റെ വിലയും നമുക്ക് ഏറെക്കുറെ പറഞ്ഞു തരുന്ന ഒരു കഥയാണ് ഉതുപ്പാന്റെ കിണർ എന്ന് പറയുന്ന കഥ. ഇനി അടുത്തതായിട്ട് വരുന്ന സമയത്ത് കടൽ തീരത്ത് OV വിജയന്റെ വളരെ പ്രശസ്തമായിട്ടുള്ള പാലക്കാടൻ ചായയെയും പാലക്കാടൻ വാഗ്മയ ചിത്രത്തെയും കൃത്യമായ രീതിയിൽ അടയാളപ്പെടുത്തിയിട്ടുള്ള കഥയാണ് കടൽ തീരത്ത്. തന്റെ മകനെ കാണാൻ വേണ്ടി വെള്ളായപ്പൻ കണ്ണൂരിലേക്ക് പോകുന്ന ദൃശ്യങ്ങളും അതേപോലെ തന്നെ മകന്റെ ശവശരീരം ഏറ്റുവാങ്ങുന്ന ദൃശ്യങ്ങളും വളരെ നമ്മളെ കണ്ണീരിൽ ആഴ്ത്തുന്ന ഒരു കഥ കൂടിയാണ് വെള്ളായപ്പന്റെ കടൽ തീരത്ത് എന്ന് പറയുന്ന OV വിജയന്റെ കഥ. ഓക്കെ, അടുത്തതായിട്ട് കഥയും കഥാപാത്രവും എന്ന് പറയുന്ന ഒരു പോർഷനാണ് വരുന്നത്. ഈ ഒരു പോർഷൻ നമുക്ക് ഇതിൽ കഥയും ഉണ്ട്, അതേപോലെ തന്നെ എന്താണ് കഥാപാത്ര നിരൂപണം എന്നതിനെ കുറിച്ച് പറഞ്ഞു വെക്കുന്ന ഒരു ചെറിയൊരു സ്റ്റേറ്റ്മെന്റും കൂടി പറഞ്ഞു വെക്കുന്ന ഒരു ചാപ്റ്റർ ആണ്. അപ്പം ഇതിന്റെ ചാപ്റ്ററിന്റെ പേര് വരുന്നത് കഥയും കഥാപാത്രവുമാണ്. ഈ ഒരു ഭാഗത്ത് ഒരു ലേഖനം പോലെയാണ് നൽകിയിരിക്കുന്നത്. കഥാപാത്ര നിരൂപണം എങ്ങനെ നിർവഹിക്കാം. ഒരു കഥാപാത്ര നിരൂപണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വ്യക്തിയുടെ, ഒരു കഥാപാത്രത്തിന്റെ സ്വഭാവം, ആ കഥാപാത്രത്തെ എങ്ങനെ നിരൂപിക്കാം എന്നുള്ള കാര്യമാണ് ഈ ഒരു ചാപ്റ്ററിൽ പറഞ്ഞു വെക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു ഉദാഹരണം എന്ന പോലെ തന്നെ ഗീതാഹിരണ്യന്റെ ശ്രീ ഭഗവതി എന്ന് പറയുന്ന കഥയും ഇതിനൊരു സപ്പോർട്ട് എന്നുള്ള രീതിയിൽ നൽകിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചാപ്റ്റർ പഠിക്കുന്ന സമയത്ത് കഥയും കഥാപാത്രവും എന്ന രീതിയിലാണ് നമ്മൾ പഠിക്കുന്നത്. അതിന്റെ ഉള്ളിൽ തന്നെയുള്ള കഥയാണ് ശ്രീ ഭഗവതി, അതായത് ഗീതാഹിരണ്യന്റെ ശ്രീ ഭഗവതി എന്ന് പറയുന്ന കഥ. ഇത് പ്രത്യക്ഷത്തിൽ ഒരു സ്ത്രീപക്ഷ കഥയായിട്ടാണ് വരുന്നത്. ഓക്കെ, അപ്പം സ്ത്രീകൾ അനുഭവിക്കുന്ന ഒരുപാട് ജീവിത പ്രശ്നങ്ങളെ കുറിച്ച് ഒരു ന്യൂക്ലിയർ ഫാമിലിയുടെ അടിസ്ഥാനത്തിൽ അല്ല ഉദാഹരണത്തിൽ പറഞ്ഞു വെക്കുന്ന ഒരു കഥയാണ് ശ്രീ ഭഗവതി എന്ന് പറയുന്ന കഥ. ഓക്കെ, അടുത്തതായിട്ട് വരുന്നത് SR ലാലിന്റെ കർണപർവം എന്ന് പറയുന്ന കഥയാണ്. ഇത് കർണപർവം നമുക്ക് ഓൾറെഡി നമുക്കറിയാം, മഹാഭാരതം കിളിപ്പാട്ടിലെ ഒരു അധ്യായത്തിന്റെ പേരാണ് കർണപർവം. ഈ കർണപർവത്തിന്റെ ആധ്യാത്മികപരമായിട്ടുള്ള കാര്യങ്ങളെ കുറച്ച് സംശീകരിച്ചെടുത്തുകൊണ്ട് കർണൻ സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന ആളുടെ ജീവിത കഥയെ അടയാളപ്പെടുത്തിയിട്ടുള്ള ഒരു കഥയാണ് ഇതിൽ പറഞ്ഞു വെക്കുന്നത്. കൂടുതലായിട്ടും ഇതിനൊരു കോണ്ടന്റ് എന്ന് പറയുന്നത് വാർദ്ധക്യ കാലഘട്ടങ്ങളിൽ മാതാപിതാക്കളെ ഉപേക്ഷിച്ചു പോകുന്ന മക്കളെ കൃത്യമായ രീതിയിൽ അവതരിപ്പിച്ചുകൊണ്ടുള്ള ഒരു കഥയാണ് ഇത്. ഓക്കെ, ഇനി അടുത്തതായിട്ട് വരുന്നത് 3ാമത്തെ ഭാഗമായിട്ടുള്ള വൈജ്ഞാനിക സാഹിത്യമാണ്. വൈജ്ഞാനിക സാഹിത്യത്തിൽ നമുക്ക് എന്താണ് 4 ചാപ്റ്റേഴ്സ് ആണ്, 4 ലേഖനങ്ങളാണ് പഠിക്കാനുള്ളത്. ലേഖനങ്ങളും ഉണ്ട്, അതിൽ തന്നെ ഒരു അനുഭവക്കുറിപ്പ് എന്നുള്ള രീതിയിൽ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ ലേഖനങ്ങളിലേക്ക് വരികയാണെങ്കിൽ ആദ്യത്തെ ലേഖനം സുകുമാർ അഴീക്കോടിന്റെ അയൽപ്പക്കം എന്ന ഉപനിഷത്ത് എന്ന് പറയുന്ന ലേഖനമാണ്. ഈ അയൽപ്പക്കം എന്ന ഉപനിഷത്ത് എന്ന് പറയുന്നത് അയൽപ്പക്ക പ്രാധാന്യത്തെ കുറിച്ചിട്ട് പറഞ്ഞു വെക്കുന്ന, അതിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചിട്ടും അതേപോലെ തന്നെ അതിന്റെ ആവശ്യകതയെ കുറിച്ചും പറഞ്ഞു വെക്കുന്ന സുകുമാർ അഴീക്കോടിന്റെ ഒരു ലേഖനമാണ് അവിടെ വരുന്നത്. അടുത്തതായിട്ട് വരുന്നത് പുകമറയ്ക്കപ്പുറം എന്ന് പറയുന്ന ജീവിത കഥയാണ് വരുന്നത്. ഇതൊരു അനുഭവക്കുറിപ്പാണ്. VP ഗംഗാധരന്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ക്യാൻസർ വിഭാഗത്തിലെ ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ആയിട്ടുള്ള ഡോക്ടർ VP ഗംഗാധരന്റെ ഒരു അനുഭവക്കുറിപ്പാണ് ഇവിടെ പുകമറയ്ക്കപ്പുറം കാണുന്നത് എന്ന് പറയുന്ന അധ്യായത്തിലൂടെ നമുക്ക് മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. KS അനിയനാണ് ഈ ഒരു കൃതി രചിച്ചിട്ടുള്ളത്. അപ്പൊ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹത്തിന്റെ ഒരു പേഷ്യന്റുമായിട്ടുള്ള ജീവിത കഥയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു അനുഭവമാണ് ഇതിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. അടുത്തതായിട്ട് വരുന്നത് MTയുടെ കണ്ണാന്തലി പൂക്കളുടെ കാലം എന്ന് പറയുന്ന കൃതിയാണ്. കണ്ണാന്തലി പൂക്കളുടെ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ബാല്യകാല ജീവിതത്തെ കുറിച്ച് പറഞ്ഞു വെക്കുന്ന വളരെ മനോഹരമായിട്ടുള്ള ഒരു കൃതിയാണ് കണ്ണാന്തലി പൂക്കളുടെ കാലം. അദ്ദേഹത്തിന്റെ ഓണക്കാലഘട്ടത്തിലുള്ള അദ്ദേഹത്തിന്റെ ബാല്യകാല അനുഭവങ്ങളും അതേപോലെ തന്നെ കണ്ണാന്തലി പൂക്കളുടെ നഷ്ടത്തിന്റെ അനുഭവങ്ങളും ഒക്കെ ഇതിൽ
പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പം കാലം മാറുന്നതിനനുസരിച്ചിട്ടും പാരിസ്ഥിതികമായിട്ടുള്ള ധാരാളം മാറ്റങ്ങൾ, അത് കൃത്യമായിട്ടുള്ള നല്ല മാറ്റങ്ങൾ എന്നുള്ള രീതിയിലല്ല അടയാളപ്പെടുത്തിയിരിക്കുന്നത്. കാലം നല്ല രീതിയിൽ മാറുന്നുണ്ടെങ്കിൽ കൂടിയും അത് പരിസ്ഥിതിയെ ദോഷം ചെയ്യുന്ന രീതിയിലാണ് ആ മാറ്റം എന്ന് പറഞ്ഞു വെക്കുന്ന ആ ഒരു രീതിയിലുള്ള ഒരു അനുഭവ കുറിപ്പാണ് MTയുടെ കണ്ണാന്തളിപ്പൂക്കളുടെ കാലം എന്ന് പറയുന്ന കഥ. ഓക്കെ, അടുത്തതായിട്ട് വരുന്നത് MP പോളിന്റെ കലയും കാലവും എന്ന് പറയുന്ന കൃതിയാണ്. ഇത് കുറച്ചും കൂടി നമുക്ക് ഒരു സൗന്ദര്യ നിരീക്ഷണം എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം ഇതിൽ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യം, നമുക്ക് എന്താണ് ഉത്തമ കലാസൃഷ്ടികളുണ്ട് അല്ലെ. ഉത്തമ കലാസൃഷ്ടികൾ എന്താ? ഈ കലാസൃഷ്ടികൾ എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെയുള്ള ശില്പം, അതേപോലെ തന്നെ ഡാൻസ്, പാട്ട്, ഇതൊക്കെ കലകൾ, നൃത്തം, ഇതൊക്കെ എന്താണ് കലകളിൽ വിടുന്നതാണ് അല്ലെ. ചിത്രരചന, ഇതൊക്കെ കലകളിലാണ്. അപ്പം ഇങ്ങനെയുള്ള കലകൾ എന്താണ്, അങ്ങനെ ഉത്തമ കലാസൃഷ്ടികളായിട്ട് മാറണമെങ്കിൽ അതിനെന്തും കൂടിയും വേണം, കാലം കൂടി, അനുയോജ്യമായിട്ടുള്ള കാലം കൂടി ആവശ്യമാണ് എന്ന് പറഞ്ഞു വെക്കുന്ന ഒരു ലേഖനമാണ് MP പോളിന്റെ കലയും കാലവും എന്ന് പറയുന്ന ലേഖനം. അപ്പം കലയും കാലവും തമ്മിലുള്ള ഈ ഒരു ബന്ധത്തെ റോമൻ സാമ്രാജ്യവും അതേപോലെ ഗ്രീക്ക് സാമ്രാജ്യവും തമ്മിലുള്ള അവരുടെ ഉദാഹരണങ്ങൾ വെച്ചുകൊണ്ടാണ് MP പോൾ ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്തത് ലാസ്റ്റത്തെ ഒരു ലേഖനം എന്ന് പറയുന്നത് കടങ്കഥയുടെ വ്യാകരണം എന്ന് പറയുന്ന ഒരു ലേഖനമാണ്. ഇത് ആരാണ് എഴുതിയതെന്നൊന്നും നമുക്ക് പഠിക്കാനില്ല. നമ്മൾ സാധാരണ കടങ്കഥ പറഞ്ഞ് കളിക്കാറുണ്ട് അല്ലെ. നമ്മൾ പലപ്പോഴും ഒരു മത്സര കളി എന്നുള്ള രീതിയിലാണ് കടങ്കഥയെ പലപ്പോഴും നമ്മൾ കാണാറുള്ളത്. പക്ഷെ അതിലും ഉള്ളിൽ ഒരു മലയാളപരമായിട്ടില്ലെങ്കിൽ മലയാളത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു വ്യാകരണം അടങ്ങിയിട്ടുണ്ട് എന്ന് ആ രീതിയിൽ കടങ്കഥയെ കൃത്യമായ രീതിയിൽ മുറിച്ച് പരിശോധിക്കുന്ന ഒരു ലേഖനമാണ് കടങ്കഥയുടെ വ്യാകരണം എന്ന് പറയുന്ന കൃതി. ഓക്കെ, അവസാനമായിട്ട് അവസാന വിഭാഗത്തിലായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് 2 ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട്. ഒന്ന് പരിഭാഷ എന്നുള്ള ഡിപ്പാർട്ട്മെന്റിലെ ലളിത ജീവിതം. ആ ലളിത ജീവിതം എന്ന് പറയുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഗാന്ധിജിയുടെ എന്റെ സത്യാന്വേഷണ പരീക്ഷണ കഥകൾ എന്ന ആത്മകഥയിലെ ചെറിയൊരു ഭാഗമാണ് ലളിത ജീവിതം എന്ന് പറയുന്ന അധ്യായം. ഈ അധ്യായത്തില് കൃത്യമായിട്ടും ഒരു സിംപ്ലിസിറ്റി എന്താണ് എന്നുള്ള ഒരു ലളിത ജീവിതം എങ്ങനെ നയിക്കണമെന്നും നമുക്ക് ഗാന്ധിജി പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ആദ്യമായിട്ട് അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് അദ്ദേഹം പകർത്തിയെടുത്തിട്ടുള്ള ലളിത ജീവിതത്തെയാണ് നമുക്ക് മുന്നിൽ അടയാളപ്പെടുത്തുന്നത്. അപ്പം ആദ്യം അദ്ദേഹം എന്താണ് അയൽക്കാരിൽ നിന്നും ലാളിത്യത്തിലേക്ക് അല്ലെങ്കിൽ സ്വാശ്രയത്വത്തിലേക്ക് കടന്നു വന്നതും ശുരകന്റെ കയ്യിൽ നിന്നും സ്വാശ്രയത്വത്തിലേക്ക് കടന്നു വന്നതുമായിട്ടുള്ള 2 ഉദാഹരണങ്ങൾ വെച്ചുകൊണ്ടാണ് ഈ ഒരു ചാപ്റ്ററിൽ അല്ലെങ്കിൽ ഈ ഒരു അധ്യായത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, ഇനി അവസാനമായിട്ട് നമുക്ക് G ശങ്കരപിള്ളയുടെ ഒരു നാടകമാണ് പഠിക്കാനുള്ളത്. സബർമതി ദൂരെയാണ് എന്ന് പറയുന്ന നാടകമാണ് ഇത് പഠിക്കാനുള്ളത്. ഈ ഒരു നാടകം എന്താണ് ഗാന്ധിയൻ ആദർശങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ടുള്ള ഒരു നാടകമാണ്. ഇതിലെ പ്രധാന കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത് വേണു, ശാന്തി, മാധവൻ, തേവൻ എന്നിവരാണ്. അപ്പം ഈ ഒരു നാടകത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇതൊരു തനത് നാടകവേദിയുടെ അടിസ്ഥാനത്തിൽ കടന്നു വന്നിട്ടുള്ള നാടകമാണ്. ഏക അംഗ നാടകമാണ്, അതായത് ഒരൊറ്റ അധ്യായം മാത്രമുള്ള നാടകമാണിത്. ഓക്കെ, അപ്പം അവരുടെ എന്താണ് ഞാനിപ്പം പറഞ്ഞിട്ടുള്ള കഥാപാത്രങ്ങളുടെ അടിസ്ഥാനത്തില് മാധവൻ ഒഴികെയുള്ള ബാക്കി 3 കഥാപാത്രങ്ങളും നന്മയിൽ അധിഷ്ഠിതമായിട്ടുള്ള കഥാപാത്രമാണ്. മാധവൻ എന്ന് പറയുന്ന കഥാപാത്രം കുറച്ച് തിന്മയിൽ അധിഷ്ഠിതമായിട്ടുള്ള കഥാപാത്രമാണ്. അപ്പം ഈ നന്മയും തിന്മയും തമ്മിലുള്ള ആ ഒരു കോൺഫ്ലിക്റ്റിനെ വളരെ കൃത്യമായ രീതിയിൽ ഗാന്ധിയൻ ആദർശങ്ങളുടെ അടിസ്ഥാനത്തിൽ അടയാളപ്പെടുത്തിയിട്ടുള്ള ഒരു നാടകമാണ് സബർമതി ദൂരെയാണ് എന്ന് പറയുന്ന നാടകം. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്ററിൽ, അതായത് ഈ ഒരു പാഠഭാഗത്തിൽ പഠിക്കാനുള്ളത്. അപ്പം ഇതിന്റെ എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. ബാക്കിയുള്ള ക്ലാസ്സും കാര്യങ്ങളും ഒക്കെ ഇതിലുണ്ടായിരിക്കും. ഓക്കെ, താങ്ക് യു.